അങ്ങനെ എന്നല്ലേ ഡയസറ ചെന്നിരുന്ന് കണ്ടു. ആണ് മൂവി. രാഹുൽ സദാശിവൻ എന്നുള്ള പേര് നോക്കിയിട്ട് ആ ഒരു ഡയറക്ടറുടെ പേര് നോക്കി മലയാളികൾക്ക് ഇനി സിനിമയ്ക്ക് കയറാം. റെഡ് റെയിനും ഭ്രമയുഗം ഭൂതകാലം ഇപ്പോൾ ഈ ഡയസറയും നമുക്ക് കൊടുക്കുന്ന പണത്തിനുള്ള ഒരു ഉറപ്പുണ്ടല്ലോ, അതുണ്ട്. അതുപോലെ സിനിമയിൽ പല സ്ഥലത്തും ഞാൻ കണ്ണടച്ചാണ് ഇരുന്ന് കണ്ടത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ചില സമയങ്ങളൊക്കെ കണ്ണടച്ചിരുന്ന് പോയി. കൂട്ടത്തിൽ അപ്പുറം ഇപ്പുറം ശ്രദ്ധിച്ചപ്പോൾ ബാക്കിയുള്ളവരും ചില ഭാഗങ്ങളിൽ പകുതി കണ്ണടച്ചൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഈ ഒരു ഇത്രയും ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മലയാളത്തിൽ വേറെ സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് എല്ലാ രീതിയിലും ടെക്നിക്കലി ആണെങ്കിലും അഭിനയത്തിൻ്റെ സൈഡാണെങ്കിലും എല്ലാം കൊണ്ടും വളരെ മികച്ചൊരു സിനിമ. ഫസ്റ്റ് ഹാഫ് ചില സമയത്ത് ഇങ്ങനെ ചെറിയൊരു ലാഗിലേക്ക് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് തീയാണ്. ഫസ്റ്റ് ഹാഫിനെ വെച്ച് സെക്കൻഡ് ഹാഫ് തീ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാട്ടുതീ പടരും പോലെയാണ് സിനിമ. അത് കാരണം കൊണ്ട് തന്നെ കാട്ടുതീ പിടിച്ച് പല സ്ഥലത്തും കണ്ണടച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എന്താ പറയുക, ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇരുന്ന് കാണേണ്ട ഒരു സിനിമ മാത്രമാണ്. അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ചെന്നിരുന്ന് കണ്ടിട്ട് കാര്യമുണ്ടോയെന്നറിയില്ല. ഭൂതകാലം പോലും ഞാൻ ഈ ഫോണിൻ്റെ സ്ക്രീനിലിരുന്ന് കണ്ട കാരണം കൊണ്ട്, പക്ഷേ അത് പെർഫെക്റ്റാണ്, ഭയങ്കര പെർഫെക്റ്റായിരുന്നു. കണ്ടതിലൊക്കെ മികച്ചൊരു അനുഭവം ഈ പറഞ്ഞ ഭൂതകാലം തന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ ചെന്നിരുന്ന് കാണേണ്ട സിനിമയാണ്. എല്ലാം കൊണ്ടും വളരെ മികച്ചൊരു സിനിമ. ഇതൊക്കെ തിയേറ്ററിൽ ചെന്നിരുന്ന് കണ്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങൾ വേറെ സംഭവിക്കും. ഒരു സിനിമ ആസ്വാദകനാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ചെന്നിരുന്നിട്ട് തന്നെ കാണുക. ഇനി ഒന്നുകൂടെ കയറണം. കണ്ണടച്ച സ്ഥലങ്ങളൊക്കെ കണ്ണ് തുറന്നിരുന്നത് കാണേണ്ട ഒരവസ്ഥയാണ്. ചെന്നിരുന്ന് കാണും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. കിടിലൻ സിനിമയാണ്.